ഗ്രീവ്സ് ഇലക്ട്രിക് മൊബിലിറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ബ്രാൻഡാണത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുള്ള വണ്ടിയാണ് ആംപിയർ ഇലക്ട്രിക്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ടോപ്പ് 10 ലിസ്റ്റിൽ എപ്പോഴും നിൽക്കാറുള്ള വണ്ടിയാണ് ആംപിയറിൻ്റെ വണ്ടികൾ. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പുതിയ വണ്ടിയായ നെക്സസ് എന്നുള്ള വണ്ടി ഒരു ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ആംപിയർ നെക്സസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ അതിൻ്റെ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത് ആംപിയർ നെക്സസിനെ കുറിച്ചാണ്. അപ്പോൾ ആക്ച്വലി ഫൈനലി വന്നിട്ട് ആംപിയറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രീമിയം സെഗ്മെൻറ്റ് ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അപ്പം ആദ്യമേ നോക്കുന്നതിൻ്റെ വേരിയൻസ് ആണ്. ഈ വണ്ടി വരുന്നത് 2 വേരിയൻസിലാണ്. ഒന്ന് EX എന്നുള്ള വേരിയൻറ്റും അതുപോലെ ST എന്നുള്ള വേരിയൻ്റാണ് വരുന്നത്. നമ്മൾ ഡിസൈൻ ബേസ് നമ്മൾ പറയുകയാണെങ്കിൽ ബേസിക് ഡിസൈനാണ്. അതിലധികം ഒരു ടെക്നിക്കലി അഡ്വാൻസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു സാധാരണ ഇലക്ട്രിക് വണ്ടിയുടെ ഡിസൈനിലാണ് വരുന്നത്. ആക്ച്വലി നമുക്ക് പറയുകയാണെങ്കിൽ ഡിസൈൻ ഓരോ ആൾക്കാരുടെ ഇഷ്ടം പോലെയാണ്. ചില ആൾക്കാർക്ക് ഡിസൈൻ ഇഷ്ടപ്പെടാം, ചില ആൾക്കാർ ഇഷ്ടപ്പെടത്തില്ല. പേഴ്സണലി ഞാൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചൊരു അഡ്വാൻസ് വണ്ടിയായിട്ട് ഇഷ്ടപ്പെടാറുള്ള ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് എന്തോ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, വണ്ടി വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റിൽ പറയാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. നമ്മളിപ്പോൾ കളർ ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 4 കളർ ഓപ്ഷൻസിലാണ് വണ്ടി വരുന്നത്. ഒന്ന് സംസ്കാർ അക്വ, ലൂണാർ വൈറ്റ്, സ്റ്റീൽ ഗ്രേ, ഇന്ത്യൻ റെഡ്. അങ്ങനെ 4 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ആക്ച്വലി നമുക്ക് ഇലക്ട്രിക് വണ്ടിയിൽ കാണാത്ത ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട്. സംസ്കാർ അക്വ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും. അപ്പോൾ എന്താ നല്ലൊരു ഡിസൈനിലാണ് വണ്ടി വരുന്നത്. അതിൽ ആംപിയർ കാര്യം പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഉപയോഗിക്കുന്ന ചേസസ് വന്നിട്ട് ആക്ച്വലി ഒരു പുതിയൊരു ടെക്നോളജിയിലാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് കുറേ R&D ട്രയൽസ് ഒക്കെ നോക്കിയിട്ടാണ് അവർ പുതിയ ചേസസ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺഫർമേഷൻ ആംപിയറിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി പുറത്തിറങ്ങിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ ചേഞ്ചസ് ആണ് എക്സാക്ട്ലി എന്നുള്ളത് അതിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് വീഡിയോ ചെയ്യാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഇത് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് പറയുകയാണെങ്കിൽ കുറേ ഡീറ്റെയിൽസ് പുറത്ത് വിട്ടിട്ടുണ്ട്. അത് കൺഫേം ന്യൂസ് വെച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് മോട്ടറിൻ്റെ സ്പെക്ക് നമുക്ക് നോക്കാം. ഇത് ഉപയോഗിക്കുന്നത് മിഡ് ഡ്രൈവ് മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അത് 4 കിലോ വാട്ടിൻ്റെ പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ 3.3 കിലോ വാട്ടിൻ്റെ നോമിനൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഗ്രേഡബിലിറ്റി പറയുകയാണെങ്കിൽ 16 ഡിഗ്രിയാണ് ഗ്രേഡബിലിറ്റി കമ്പനി അവകാശപ്പെടുന്നത്. 4 കിലോ വാട്ട് പീക്ക് പവർ നമ്മൾ അത്യാവശ്യം റീസണബിൾ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടറാണ് കമ്പനി അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത വണ്ടി ഡ്രൈവിംഗ് മോഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 5 ഡ്രൈവിംഗ് മോഡ്സാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ വന്നിട്ട് പവർ മോഡ്, രണ്ടാമത് സിറ്റി മോഡ്, മൂന്നാമത് എക്കോ മോഡ്. അതിൽ നമ്മൾ പവർ മോഡിൻ്റെ ടോപ്പ് സ്പീഡ് നമ്മൾ പറയുകയാണെങ്കിൽ 93 km/h ആണ്. അതുപോലെ സിറ്റി മോഡ് ആണെങ്കിൽ നമുക്ക് 63 km/h. അതുപോലെ എക്കോ മോഡ് ആണെങ്കിൽ 42 km/h ആണ് ടോപ്പ് സ്പീഡ് കമ്പനി പറയുന്നത്. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്ക് ലിംബ് ഹോം മോഡ് എന്ന് പറയുന്നുണ്ട്. അത് വേറെ ഒന്നുമില്ല, നമുക്കിപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് വന്നിട്ട് 20% താഴെ പോവുകയാണെങ്കിൽ ഒരു ലിംബ് മോഡ് ആക്ടിവേറ്റ് ആവും. നമുക്കിപ്പോൾ കാറിൽ ടാറ്റയുടെ കാറിലൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു ഫീച്ചറാണ് ഈ വണ്ടിക്കകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡ് റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് വണ്ടി റേഞ്ച് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ സുഖമായിട്ട് നമുക്ക് വീട്ടിലെത്താൻ പറ്റും. അങ്ങനെ ഒരു അഡീഷണൽ മോഡും ഈ വണ്ടിക്കകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത 5ാമത്തെ മോഡ് റിവേഴ്സ് മോഡാണ്. അപ്പോൾ സാധാരണ എല്ലാ ഇലക്ട്രിക് വണ്ടിക്കകത്ത് ഉള്ള പോലത്തെ സെയിം തന്നെയാണ്. അപ്പോൾ അത് റിവേഴ്സ് മോഡ് വരുന്നുണ്ട്. ടോട്ടൽ 5 മോഡൽസിലാണ് വണ്ടി വരുന്നത്. അടുത്ത വണ്ടി ബാറ്ററി വെച്ച് പറയുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് LFP ബാറ്ററിയാണ്. അതായത് ലിത്തിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അത് 3 കിലോ വാട്ടിൻ്റെ ബാറ്ററിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല IP67 റേറ്റഡും ആണ്. സർട്ടിഫൈഡ് റേഞ്ച് കമ്പനി അവകാശപ്പെടുന്നത് 136 കിലോമീറ്ററാണ് ഒരു 1 ഫുൾ ചാർജിൽ കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് ബാറ്ററി LFP ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം തെർമൽ റൺ അവേസ് ഉണ്ടാകത്തില്ല. അപ്പോൾ അത് കാരണം ബാക്കി വെച്ച് കമ്പയർ ചെയ്യും, ബാക്കി വണ്ടിയുടെ ബാറ്ററിയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിക്ക് കുറച്ചും കൂടി ഒരു ലൈഫ് കിട്ടും. അത് നമുക്ക് സാധാരണ വണ്ടിക്ക് ഒരു 5 years കിട്ടുന്നെങ്കിൽ ഈ വണ്ടിക്ക് ഒരു 10 years നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടും. ആണ് LFP ആണ്, ലിത്തിയം അയൺ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഈ വണ്ടിക്കകത്ത് ഉപയോഗിക്കുന്നത്. അടുത്ത വണ്ടി ചാർജിങ് ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ 3.3 മണിക്കൂർ കൊണ്ട് വണ്ടി ഫുൾ ചാർജ് ആവും. അതിൽ 15 ആംപിയറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ചാർജറാണ് വണ്ടിക്കകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ട് 25 ആംപിയറിൻ്റെ ഫാസ്റ്റ് ചാർജറിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിന് നമ്മൾ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എത്ര എമൗണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന മുറിക്കാൻ വീഡിയോ ചെയ്യാം. ജസ്റ്റ് ബേസിക് വീഡിയോ മാത്രമേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നുള്ളൂ. അടുത്ത വണ്ടി സസ്പെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. അതുപോലെ ബാക്കിൽ വന്നിട്ട് ഡ്യുവൽ സസ്പെൻഷനാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഉപയോഗിക്കുന്ന ഡിസ്ക് ബ്രേക്കാണ്. അതുപോലെ ബാക്കിൽ ഉപയോഗിക്കുന്ന ഡ്രം ബ്രേക്കാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ കോമ്പി ബ്രേക്കിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വണ്ടിക്കകത്തും 12 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 170 mm ഗ്രൗണ്ട് ക്ലിയറൻസും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അടുത്ത നമ്മൾ എൻ്റെ ഹെഡ്ലൈറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ LED സെറ്റപ്പിലാണ് ഹെഡ്ലൈറ്റ്സ് വരുന്നത്. അതിൽ വേറെ ചേഞ്ച് ഉള്ളത് EV സെഗ്മെന്റിൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ഹെഡ്ലൈറ്റ് ആണെന്ന് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് എന്തായാലും നോക്കാൻ വണ്ടി ഇറങ്ങുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആണോ എന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടുത്ത നമ്മളുടെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് ആൻഡ് ST വേരിയൻറ്റ് കമ്പയർ ചെയ്യാം. അപ്പോൾ ST വേരിയൻറ്റിനകത്ത് 7 ഇഞ്ചിൻ്റെ ഒരു TFT ടച്ച് സ്ക്രീൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കിട്ടുന്നുണ്ട്, മ്യൂസിക് ഉണ്ട്, അതായത് കോൾ അലേർട്ട് ഉണ്ട്, ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുന്നുണ്ട്, ഗൂഗിൾ മാപ്സ് ഉണ്ട്, ഹിൽ ഹോൾഡ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വണ്ടിക്കകത്ത് വരുന്നുണ്ട്, അതായത് ടോപ്പ് എൻഡിനകത്ത്. നേരെ മറിച്ച് നമ്മൾ EX എന്നുള്ള ബേസ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 6 ഇഞ്ചിൻ്റെ LCD സ്ക്രീനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലിമിറ്റഡ് കണക്ടിവിറ്റി ഫീച്ചേഴ്സേ ഉള്ളൂ. നമുക്ക് ബ്ലൂടൂത്ത് ഒക്കെ ഉണ്ട്, പക്ഷേ ലിമിറ്റഡ് ആക്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ബേസ് വേരിയൻ്റ് ആണ്, നമുക്ക് അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ ഒരു പ്രൈസിന് നമുക്ക് വർത്ത് തന്നെയാണ്.
അപ്പോൾ നാച്ചുറൽ നമുക്ക് പ്രൈസാണ് അറിയേണ്ടത്. നമുക്ക് ബേസ് വേരിയൻ്റെ EXൻ്റെ പ്രൈസ് നമ്മൾ പറയുകയാണെങ്കിൽ 1,09,900 രൂപയാണ് എക്സ്-ഷോറൂം വില പറയുന്നത്. അതുപോലെ ST വേരിയൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1,19,900 രൂപയാണ് കമ്പനിക്ക് എക്സ്-ഷോറൂം വിലയായിട്ട് വണ്ടി ഇറക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യണമെങ്കിൽ പ്രീ ബുക്കിംഗ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് 10,000 രൂപ നമുക്ക് വണ്ടി ബുക്ക് ചെയ്യാം. അതിൽ ആക്ച്വലി ഷോക്കിംഗ് ആണ് 10,000 രൂപ. കാരണം ബാക്കി എല്ലാ കമ്പനീസും നമ്മൾ നോക്കുമ്പോൾ സാധാരണ മാക്സിമം 500 മുതൽ 1000 രൂപയ്ക്കാണ് നമുക്ക് പ്രീ ബുക്കിംഗ് എമൗണ്ട് വാങ്ങിക്കാറുള്ളത്. പക്ഷേ വന്നിട്ട് ഈ വണ്ടി വന്നിട്ട് 10,000 രൂപ നമ്മൾ അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത നമ്മൾ വാറണ്ടി പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് 3 വർഷമാണ് വാറണ്ടി കമ്പനി കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2 വർഷം കൊണ്ട് കൂട്ടാം. അങ്ങനെ ടോട്ടൽ നമുക്ക് 5 വർഷം നമുക്ക് ബാറ്ററിക്കും മോട്ടറിനും വാറണ്ടി എടുക്കാൻ പറ്റും. അതിൻ്റെ എമൗണ്ട് എത്താനുള്ളത് കമ്പനി പറഞ്ഞിട്ടില്ല. അപ്പോൾ കിട്ടുന്നവരേക്കും വീഡിയോ ചെയ്യാവേ. അടുത്ത ഡെലിവറി ടൈമാണ്. അപ്പം ബേസ് വേരിയൻ്റായി EX 4 മാസത്തിനുള്ള ഡെലിവറി ചെയ്യുന്നതാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. നേരെ മറിച്ച് ടോപ്പ് എൻഡായി ST വേരിയൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം അവസാനം, അതായത് മെയ് മാസം അവസാനത്തോടെ ഡെലിവറീസ് സ്റ്റാർട്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ പേഴ്സണൽ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എടുക്കണോ വേണ്ടോ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ ആക്ച്വലി ഒരു 4 മാസങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം വേറെ ഒന്നല്ല, ആംബിയൻ്റെ കേസ് നമുക്ക് അറിയാം, കുറച്ചാൾ നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഏത് വണ്ടിയും പുതിയതായിട്ട് ഇറക്കുമ്പം കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു 4 മാസം വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് എങ്ങനെ ഡെലിവറീസ് പോകുന്നതൊക്കെ നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ആക്ച്വലി എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വണ്ടി എടുക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് വേറെ ബ്രാൻഡ്സ് ഇപ്പോൾ ഉണ്ട് നിലവിൽ. ഈ റേറ്റിനും ഇതിന് താഴെ റേറ്റിലേക്ക് വണ്ടി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഓപ്ഷനിലേക്ക് പോകാം. അല്ല നിങ്ങൾക്ക് ആംപിയറിന് വേണമെന്ന് പറയുകയാണ്, ഈ ഫീച്ചേഴ്സ് മതി അല്ലെങ്കിൽ ഈ വണ്ടിയിലേക്ക് പോകണം നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ നിങ്ങൾക്ക് ഈ വണ്ടി ബുക്ക് ചെയ്യാം. അപ്പോൾ 10,000 രൂപ എടുത്ത് നിങ്ങളുടെ നിയറസ്റ്റ് ഷോറൂമിൽ നിങ്ങൾക്ക് വണ്ടി ബുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നെ കൊണ്ട് വന്നതാണ്. കാരണം വേറെ ഒന്നുമില്ല, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ കിട്ടുന്നവർക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൽ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടാൻ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. ഇപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.